ഇതുപോലെ ബോർഡറിൽ ചെയ്തേക്കുന്ന ഒരു കബോർഡിൻ്റെ സെക്ഷനെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് റൂട്ടറൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ. അതിൻ്റെ ക്ലീറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോക്സ് ആക്കി ഒരു ഫ്രെയിം ആക്കി എടുക്കാം. അപ്പോൾ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ഫ്രെയിം കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാക്ക് ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ലിപ്പ് ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ നിന്നുള്ള മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അത് ഹൈറ്റും വിഡ്ത്തും നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ബോക്സ് ആക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള ക്ലീറ്റൊക്കെ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റമ്പൊക്കെ ഇട്ട് അതൊരു ബോക്സ് ആക്കി എടുക്കാം. ഫ്രണ്ട് വർക്ക് മാത്രം ചെയ്യേണ്ട വർക്കാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫ്രെയിം മാത്രം ചെയ്തിട്ട് സൈഡിൽ ഷീറ്റ് മീൻസ് ഈ സെക്ഷൻ്റെ തിക്നെസ്സിൽ മാത്രം ഷീറ്റിട്ട് ക്ലിയർ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ബോക്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബാക്ക് ഷീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഷീറ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷനും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ച് നീറ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഷീറ്റ് അടിക്കുന്നത് നമുക്ക് ഈ 4 സൈഡിലും നമുക്ക് ലിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ലിപ്പിലേക്ക് നമുക്ക് ചുമ്മാ ഷീറ്റ് കയറ്റിയിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ 3 സൈഡിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ സിലിക്കണോ വെച്ചിട്ട് ഷീറ്റ് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ ഷീറ്റ് കയറ്റിയിടുമ്പോൾ ഇതിൻ്റെ കോർണർ സൈഡിൽ നമ്മൾ 45 അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. 45 രണ്ട് സൈഡിൽ നിന്ന് 45 അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജോയിൻറ്റ് ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. 2 ഷീറ്റും കൂടെ കോർണറായിട്ട് വന്ന് ജോയിൻ്റായിട്ട് നിൽക്കും. നമ്മളിപ്പം ഇത് ഇൻസൈഡും കൂടെ ഷീറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അത് അകത്തുനിന്നാണ് ഷീറ്റ് ഇടുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്നും എക്സ്ട്രാ ഷീറ്റ് ഇടും. അപ്പോൾ അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീറ്റെല്ലാം ഇൻസൈഡ് ഷീറ്റ് ഫുള്ള് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടത്തിൽ അത് ഫിനിഷ് ചെയ്താണ് അടിച്ചേക്കുന്നത്. സെക്ഷനുമായിട്ട് ലെവൽ ചെയ്ത് അടിച്ചേക്കുന്നത്. നമുക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സൈഡ് ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് പ്ലസ് സിലിക്കണും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 45 സൈഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റ് ടേപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഷീറ്റ് കയറ്റിയിട്ട് ഒട്ടിച്ചാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് വരുന്നത്. നോർമലി ഇത് സൈറ്റിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യൽ. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തട്ടൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഗ്ലാസ് തട്ട്, പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതെല്ലാം ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻസൈഡിലും ബോട്ടത്തിലും ഒക്കെ നമുക്ക് ലൈറ്റുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് വുഡ് ആൻഡ് ഫിനിഷിലും ഇലക്ട്രോ പ്ലെയിൻ കളേഴ്സിലെല്ലാം അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.